ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരിലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ പലരും പറയാറില്ലേ, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, എന്നിട്ട് എന്താണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാത്തത്? പലരും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ മാസങ്ങളോളം, വർഷങ്ങളോളം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ അവർ അതിനെ ചോദ്യം ചെയ്യുകയും ഒടുവിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? എല്ലാ കാര്യങ്ങളും ആകർഷിക്കാനുള്ള കഴിവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നു. നെഗറ്റീവായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായ അനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുന്നതിനും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നതിനും പലപ്പോഴും ഊന്നൽ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഭയം, സങ്കടം, നിരാശ തുടങ്ങിയ സ്വാഭാവിക വികാരങ്ങളെ നമ്മൾ അടിച്ചമർത്തുന്നു. കാലക്രമേണ വികാരങ്ങളെ അടിച്ചമർത്തുന്നത് മൂലം സങ്കടം, തളർച്ച, വേർപിരിയൽ എന്നിവയിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയും പരിശ്രമവും കുറയ്ക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ. അതേപോലെ പ്രകൃതിക്ക് വേറെയും നിയമങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിന് വിപരീതമായ വേറൊരു ശക്തി പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ മനസ്സ് തന്നെ തടസ്സമായി നിൽക്കുന്നു എന്നർത്ഥം. ഇത് ജോലി സംബന്ധമായ വിഷയത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ പ്രാക്ടീസിന് ഓപ്പോസിറ്റായ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നു. അത് നിങ്ങൾക്ക് ശരിക്കും നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മുടെ മനസ്സും ഹാർട്ടും, നമ്മൾ പറയാറില്ലേ, മനസ്സും മനസാക്ഷിയും എന്ന് നമ്മൾ പറയാറില്ലേ, മനസ്സും ഹാർട്ടും കൂടെ നിന്നാൽ മാത്രമേ, രണ്ടും ഒരേപോലെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. അതായത് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ കൊണ്ടു നടന്നാൽ നമ്മുടെ മനസ്സും ഹൃദയവും ഒരുമിച്ച് നിൽക്കില്ല. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. പുറമേ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും ഒക്കെ നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കിത് വർക്കാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മനസ്സും ഹൃദയവും അല്ലെങ്കിൽ മനസ്സും മനസാക്ഷിയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയോ? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തതിന് കാരണം, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വിശ്വാസമില്ല. എനിക്ക് നേടാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇല്ല.
അതായത് കോൺഫിഡൻസ് ഇല്ല. എവിടെയോ ഒരു സംശയം ബാക്കി. അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിൽ 1% പോലും സംശയം പാടില്ല. നമുക്ക് അർഹതയുണ്ടെന്ന് സ്വയം നമുക്ക് തോന്നണം. ഒരു രീതിയിലും സംശയം പാടില്ല. നമുക്ക് കഴിയുമോ എന്നുള്ള ചിന്ത പോലും പാടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായിക്കോട്ടെ ആഗ്രഹിക്കുന്നത്, അതിനെ 100% വിശ്വസിക്കണം. എനിക്ക് കഴിയും, അല്ലെങ്കിൽ എനിക്കത് നേടാൻ സാധിക്കും എന്ന് 100% വിശ്വസിക്കണം. നിങ്ങൾക്കതിൻ്റെ അർഹതയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എന്താഗ്രഹമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പണം ഉണ്ടാക്കാൻ ഞാൻ അർഹതയുള്ളവനാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അങ്ങനെ ഒരു അഫർമേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. റിപ്പീറ്റഡായി ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സ് അതിനുള്ള വഴിയും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതേപോലുള്ള എന്ത് കാര്യത്തിലും നമുക്ക് അർഹതയുണ്ട് എന്ന് ചിന്തിക്കണം. റിപ്പീറ്റഡായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ ആക്ഷൻ എടുക്കണം. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം. നമ്മൾ എന്തൊക്കെ ടൂൾസ്, ലോ ഓഫ് അട്രാക്ഷൻ എന്തൊക്കെ ടൂൾസ് അപ്ലൈ ചെയ്താലും അതിൻ്റെ കൂടെ ആക്ഷനും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രം പോരാ, ടൂൾസും അപ്ലൈ ചെയ്യണം. ഒരുപാട് ടൂൾസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരുപാട് ടൂൾസ് ഉണ്ട്. എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം. നന്നായിട്ട് ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 90 ഡേയ്സ് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. എന്ത് കാര്യവും ഒരു 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാറ്റേണായി വരികയുള്ളൂ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹാപ്പി ആയിട്ടിരിക്കുന്നത് മാത്രം പോരാ, ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ എപ്പോഴും എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോയെന്ന് നോക്കണം. ഉള്ളതിന് നന്ദി വേണം. ഇല്ലാത്തതിൻ്റെ പുറകെ പോകരുത്. ഉള്ളത് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ ഉള്ളതിന് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയാൽ ലോ ഓഫ് അട്രാക്ഷൻ തീർച്ചയായും നടക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ കടന്നു വരും. ഒരിക്കലും പരാജയപ്പെടുമോ എന്ന പേടി പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.